മീനുകൾ പല വിധത്തിലുണ്ടെങ്കിലും ഈ മത്തി എന്ന് പറയുന്നത് നമുക്കൊരു വികാരം തന്നെയാണല്ലേ. നല്ല മട്ടേരി ചോറിലേക്ക് മത്തിക്കറിയും മത്തി പൊരിച്ചതും ഒക്കെ കൂട്ടി കഴിക്കുമ്പോൾ ഉള്ളൊരു ഫീല് നമുക്ക് വേറെ എന്ത് ഫുഡ് കഴിച്ചാലും കിട്ടൂല. നമ്മുടെ കംഫർട്ട് ഫുഡുകളിലൊന്ന് മത്തിക്കറിയും ചോറും ഒക്കെ തന്നെയാണ്. കുറേ നാൾ കഴിക്കാതിരിക്കണം ഈ ഒരു മത്തിക്കറിയുടെയൊക്കെ ടേസ്റ്റ് അറിയണമെങ്കിൽ കേട്ടോ. ആദ്യം നമുക്ക് മത്തി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. എന്നിട്ട് അത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയുള്ളിയാണ് കേട്ടോ ഇതിന് വേണ്ടുന്നത്. കൂടുതൽ ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തു. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി ഒരെണ്ണം കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പുളിക്ക് വാളംപുളിയോ കുടംപുളിയോ ചേർത്ത് കൊടുക്കാം. ഞങ്ങളിവിടെ കുടംപുളിയാണ് ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. മുളക് പൊടി മാത്രം ഒരു 2.5 ടേബിൾ സ്പൂൺ, ബാക്കിയെല്ലാം കുറച്ച് മതി കേട്ടോ. മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തായിരുന്നു. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. തീ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ആദ്യം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. തിളച്ച് കഴിയുമ്പോൾ കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. മത്തി പെട്ടെന്ന് വെന്ത് കിട്ടുവേ. ഇതാ മീനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ച കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് അങ്ങ് അടച്ച് വെക്കുക. എന്നിട്ട് നമ്മുടെ മീൻ അങ്ങ് പൊരിച്ചെടുക്കാം. മത്തി നന്നായിട്ട് അരപ്പൊക്കെ തേച്ച് പൊരിച്ചെടുത്തതാണേ. ഇനിയിപ്പോൾ ചൂട് ചോറും മത്തിക്കറിയും മത്തി പൊരിച്ചതും കൂട്ടി അങ്ങ് കഴിക്കുക.